ഹലോ എവറി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇത് നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ വ്ളോഗാണ്. പെരുന്നാൾക്ക് അങ്ങനെയില്ല, എന്നാലും ഒരു ഈദ് ഷോപ്പിംഗ് ആണ്. ഞാനും ഉമ്മച്ചിയും കൂടിയാണ് പോണത്. ഞങ്ങൾ പോണത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളെ പ്ലാനിൽ കുറേ ഒന്നുമില്ല, ജസ്റ്റ് എസ് എം സ്ട്രീറ്റ് പോകണം. അതിന് അവിടെ നിന്ന് വെച്ച് കോട്ടൺ കുർത്ത സംഭവം എന്തോ നോക്കാണ്ട് പറഞ്ഞു. അപ്പോൾ എസ് എം സ്ട്രീറ്റ് പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ തോട്ടത്തിൽ പോകണം. ഈ രണ്ട് ഷോപ്പ് ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. എസ് എം സ്ട്രീറ്റ് പോയാൽ തന്നെ എല്ലാ ടൈപ്പ് ഷോപ്പുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. ഹാദിക്ക് ഡ്രസ്സ് എടുക്കാം, പിന്നെ ഒരു ദിവസം പോവാ. ഓനക്ക് പിന്നെ അങ്ങനെ നോമ്പെടുത്ത് കൊണ്ടുപോയാൽ പിന്നെ പിരി ആയിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഈ വീട്ടിലിരുന്ന് നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും വെച്ചും കൂടിയാണ് പോകുന്നത്. ലിപ്സ്റ്റിക് ഷെയ്ഡ് നല്ല രസമല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇപ്പോൾ മറ്റേ ഹൈവേ ഓപ്പൺ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബൈപ്പാസിലെത്തും. അങ്ങനെ അതന്നെ അപ്പോൾ ഞാനും വെച്ചും ഫസ്റ്റ് തന്നെ പോകുന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ ഈ ടൈം ആയില്ലേ, എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ട് നടക്കണം. വെയിലത്ത് നടക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല നോമ്പിട്ടിട്ട്, കാരണം അതുമല്ല ഇപ്പം ചൂട് കുറച്ചുകൂടെ കൂടുതലാണല്ലോ. തന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോൾ 11:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട വെയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്ക് പോകുമ്പം എസ് എം സ്ട്രീറ്റിലേക്ക് ഇല്ല മാപ്പ് അടിക്കുക, എസ് എം സ്ട്രീറ്റ് പേ പാർക്കിങ്ങൊക്കെയാണ്. കാരണം എസ് എം സ്ട്രീറ്റ് പോയാൽ പാർക്കിംഗ് കിട്ടില്ല. ഈ പേ പാർക്കിങ്ങിലാണ് ഞങ്ങൾ എപ്പോഴും നിർത്തിയിടുക. അപ്പോൾ നേരെ ഇവിടേക്ക് അടിക്കും, എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്ക് നടന്നു പോകും. അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ അവിടെ എത്തി. ഗൈസ്, വെയിൽ തുടങ്ങി വരുന്നുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ ഇത് സൈക്കബിൾ വെയിലായിരുന്നു കേട്ടോ, കുത്തുന്ന വെയിലായിട്ടില്ലായിരുന്നു. അപ്പം തന്നെ എല്ലാവരും കുട ചൂടി നടക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ അമ്മയും പറഞ്ഞു, കുട എടുത്താൽ മതിയായിരുന്നില്ലേ എന്ന്. പിന്നെ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഏതൊക്കെ ഷോപ്പിൽ നിന്നാണ് മേടിച്ച് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. കാരണം അത് അറിയാൻ കുറേ പേർക്കുണ്ടാവും ഏതൊക്കെയാണ് നല്ല ഷോപ്സ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ചെരുപ്പ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു അറേബ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെരുപ്പിൻ്റെ കടയിലാണ്. എനിക്ക് ഇവിടുന്ന് നല്ല ചെരുപ്പ് കിട്ടാനുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ എപ്പോഴും സെയിം മോഡലായിരിക്കും. കുറച്ചുകൂടെ വെറൈറ്റി ഈ ഒരു ഷോപ്പിലാണ് ഞാൻ കണ്ടത്. ഈ ചെരുപ്പിനൊക്കെ 590 550 ആ റേഞ്ച് ആയിരിക്കും. ഇങ്ങനെ പാർട്ടി വെയേഴ്സിനൊക്കെ നമ്മുടെ നാട്ടിൽ 900 800 ആ ഒരു റേഞ്ചും ആയിരിക്കും. അപ്പോൾ ഷോപ്പിൻ്റെ പേര് ഇതാണ്, ഈ സാധനം. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂണിറ്റി ടവേഴ്സ് എന്നുമാണ് ഇവരുടെ ഈ ഒരു ടവറിൻ്റെ പേര്. അപ്പോൾ ഈ അറേബ്യൻ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയാൽ സുറൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എത്തും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എസ് എം സ്ട്രീറ്റിൽ നിന്ന് നടന്നിങ്ങനെ പോകുമ്പം ലെഫ്റ്റേക്കുള്ള ഒരു ഇടവഴിയാണ് കേട്ടോ. അങ്ങനെ സുറൂറിൽ പോയിട്ടാണ് ഉമ്മച്ചിക്ക് ഒരു കോട്ടൺ ചുരിദാർ എടുത്തത്. ബാക്കി എല്ലാ ഷോപ്പിനേക്കാളും സുറൂറിൽ എപ്പോഴും അഫോർഡബിൾ ആയിരിക്കും. സുറൂറിൽ നമുക്കൊരു 900 800 റേഞ്ചിൽ കോട്ടൺ കുർത്ത മേടിക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇക്സ ഫാബ്രിക്കാണ്. അവിടുന്ന് ഞങ്ങളൊരു കോട്ടൺ കുർത്ത എടുത്തു. ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നു. 1100 സംതിങ് ആണ് കോട്ടൺ കുർത്തക്ക് ആയത്, ഒരു കോട്ടൺ കുർത്തക്ക് കേട്ടോ. ഈ സെയിം സാധനം സുറൂറിലുണ്ടെങ്കിൽ നമുക്ക് 900 ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്സൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്ന് ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, മാക്സി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ലീവ്ലെസ് മാക്സി ഡ്രസ്സ് 600 സംതിങ് ആയിരുന്നു അതിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്സയിൽ തന്നെ ഞാൻ വേറൊരു മാക്സി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു 700 സംതിങ്ങിൻ്റെ. അത് നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ്റെ ഇങ്ങനെ ഈ കുഞ്ഞു ആക്സറീസ് വെക്കുന്ന സാധനം കണ്ടോ. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തലയിലുള്ളൊരു ബാൻഡ് മേടിച്ചു. പിന്നെ ടിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാണിച്ചാണ് നമ്മുടെ മെയിൻ ഷോപ്സ്. അതിൻ്റെ ഇടയ്ക്ക് കോയിൻകോ ബസാറിൽ നിന്ന് സൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഉമ്മച്ചിക്ക് ചുരിദാർ എടുത്തിട്ടുണ്ട്, പാർട്ടി വെയർ. അത് പിന്നെ നോർമൽ റേറ്റ് ആണ്, നാട്ടിൽ ആ സെയിം റേറ്റ് ആണ് കോയിൻകോയിൽ എല്ലാ ഷോപ്പിലും ഉണ്ടാവുക. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പാർക്കിങ്ങിക്ക് നടക്കണ വഴിക്ക് പച്ചക്കറി മേടിച്ച് വെച്ച് പറഞ്ഞാൽ അവിടുത്തെ പച്ചക്കറി അഫോർഡബിൾ ആണത്. ഇനി ഇതിൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഞാൻ മേടിച്ച ഒരു ചെരുപ്പ്. ഇതിൻ്റെ വൈറ്റ് ഞാൻ ഇട്ടോക്കെ, പക്ഷേ എൻ്റെ അടുത്ത് വൈറ്റും ഗോൾഡനൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെറൈറ്റിക്ക് ഇത് മേടിച്ചൊക്കെ വെച്ചിട്ട് മേടിച്ചാണ്. ഇതിൽ കാണാനുള്ള ഭംഗിയുണ്ട് കാലിനിട്ടിട്ട്. പക്ഷേ ഈ ചെരുപ്പാണ് മെയിൻ. ഇത് കാലിനിട്ടിട്ടും നല്ല ഭംഗിയുണ്ട്, ചെരുപ്പ് കാണാനും നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ട് നല്ല സുഖമുണ്ട് കാലിൽ. നല്ല പഞ്ഞിയാണ് ആ ബ്രൗൺ സാധനം വരുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്കിൻ കെയറിൻ്റെ ബാൻഡ്. ഇതാണ് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടേനെ. അപ്പം ഇത് ഭയങ്കര ഷോർട്ട് വ്ലോഗാണ്, പക്ഷേ ഷോപ്പ് ഏതാന്നുള്ളവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നി.